ഹേ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഹോസ്റ്റലിൽ തിരിച്ച് വന്നിട്ടുണ്ട് വെക്കേഷന് ശേഷം. അങ്ങനെ ഒരു അവധി ദിവസം കിട്ടിയപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ കോളേജിൻ്റെ മുൻവശത്തോടു കൂടിയാണ് നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ടാണ് പോകാൻ പോണത്. ഒരു 15 മിനിറ്റ് നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി ബസ് പിടിച്ചിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകാൻ പോവാണ്. എവിടെയാണെന്ന് വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവർ രണ്ടുപേരും ആ സ്ഥലത്ത് മുന്നേ പോയിട്ടിട്ട് കുറച്ച് നേരം ബസ് കാത്തിട്ട് അവിടെ എത്തി. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരണത്. പാലായിലെ മോഹനേട്ടൻ്റെ കടയിലാണ് പഴംപൊരിയും ബീഫും കിട്ടുന്ന കടയാണ്. നല്ല അടിപൊളി പഴംപൊരിയും ബീഫും ഇവിടെ കിട്ടും. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ക്യൂ നിന്നിട്ടാണ് കയറിയിരുന്നത്. 3 സെറ്റ് പഴംപൊരിയും ബീഫുമാണ് പറഞ്ഞത്. ഒരു സെറ്റിൽ 2 പഴംപൊരിയാണ് വരണത്. നല്ല രുചിയാണ് ആ ഒരു ബീഫും കൂട്ടി കഴിക്കാൻ. എനിക്ക് ആ കോംബോ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എത്ര പേർക്ക് ഈ കോംബോ ഇഷ്ടമാണെന്നുള്ളത് പറയുക. പിന്നെ നമ്മൾ ആസ്വദിച്ച് കുറച്ച് സമയം എടുത്താണ് കഴിക്കുന്നത്. പുറത്ത് ആൾക്കാർ ക്യൂ ആണ് അടുത്ത സെറ്റ് കയറി ഇരിക്കാൻ വേണ്ടിയിട്ട്. കുറേ വീഡിയോസിൽ ഞാൻ ഈ കടയെ പറ്റിയും ഈ മോഹനേട്ടൻ്റെ കടയും പഴംപൊരിയെ പറ്റി കുറേ കേട്ടിട്ടുണ്ട്. നമ്മളവിടെ ചെന്നിട്ട് ഈ കട ഏതാണെന്ന് ചോദിച്ചാൽ പാലാ സൈഡിൽ ചെന്നിട്ട് ചോദിച്ചെന്ന് എല്ലാവരും പറഞ്ഞു തരും. അങ്ങനെ ഒരു ചായയും കുടിച്ച് എല്ലാം കഴിഞ്ഞ് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി പോവാണ്. വയറ് നിറഞ്ഞോടാ, വയറ് ഡുമ്മായി. അങ്ങനെ നമ്മൾ തിരിച്ച് ബസ്സിൽ വന്നിട്ട് കൊട്ടാരമറ്റം എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡിലാണ് നമ്മൾ ഇറങ്ങുക. അവിടെ നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പോവുകയാണ്. കുറച്ച് നടന്നിട്ട് വേണം നമ്മൾ ഹോസ്റ്റലിലോട്ട് എത്താൻ. ഹോസ്റ്റലിൽ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തൂടെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് അവിടുത്തെ കോംപ്ലക്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിനി സാലോഡിലോട്ടാണ് പോകുന്നത്. ക്ലീനപ്പ് ഇവർക്ക് 2 പേർക്കും ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മളിവിടെ കയറി ചെല്ലുമ്പോൾ കാണാൻ പറ്റും മീനച്ചിലാറ് ഇങ്ങനെ ഒഴുകി പോണത് ഇതിൻ്റെ ബാക്കിലായിട്ട്. ഭയങ്കര മഴയായതുകൊണ്ട് നല്ല കുത്തൊഴുകും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ അവിടെ ഇരുന്നു. ഇവള് ഡീറ്റാൻ ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത്. ഇവള് സാധാ നോർമൽ ക്ലീനപ്പ്. അങ്ങനെ ഞാൻ അവിടെ പോസ്റ്റായിട്ട് ചുമ്മാ കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു. നടന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോളേജിൻ്റെ അകത്ത്. ഈ ഒരു സ്ഥലം ഭയങ്കര ഫേവറേറ്റ് സ്പോട്ടാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കളയാറുണ്ടെങ്കിൽ കിളിച്ച് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങളുടെ കോളേജിൻ്റെ അകമാണ്. അൽഫോൺസ കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ ആ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു. തിരിച്ച് ഹോസ്റ്റലിലെത്തി. ഇനി കുന്തങ്ങളെല്ലാം റിമൂവ് ചെയ്ത് കളയുന്ന ഒരു വലിയ മെനക്കേടാണ്. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഈ വളയാണ് ഉടുപ്പ് മാറ്റിയിട്ട് വരണമെന്ന് ഞാൻ ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ മുഖത്തുള്ള സംഭവങ്ങളെല്ലാം മായ്ച്ച് തേച്ച് കളഞ്ഞിട്ട് ഉടുപ്പ് മാറ്റാമെന്ന്. മിസ്ലർ വാട്ടർ എടുത്തിട്ടുണ്ട്, ലാക്മേയുടെ ആണ്. എന്നിട്ട് ഒരു മേക്കപ്പ് റിമൂവർ പാഡും എടുത്തു. അതിനകത്ത് ഒഴിച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് കുറച്ച് നേരം വെച്ച് റിമൂവ് ചെയ്യാൻ നോക്കിയിട്ടും ഐലൈനർ പോയിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം തുടച്ചിരുന്നപ്പോഴത്തേക്കും പോയി. പിന്നെ മുഖത്തുള്ള കൺസീലറും കാര്യങ്ങളും എല്ലാം സൺസ്ക്രീനും ഒക്കെ റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ലിപ്സ്റ്റിക്കും റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ സെറ്റാഫിലിൻ്റെ ക്ലെൻസറാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് മുഖം ഒന്ന് ജെൻ്റ്ലി ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ആക്കുന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല മുഖം നല്ല സോഫ്റ്റ് ആവുകയൊക്കെ ചെയ്യും. എന്നിട്ട് മുഖമെല്ലാം കഴുകി വന്നു. അപ്പോൾ അത്രയുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.